ഹലോ നമസ്കാരം, ഹോല വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോംബാങ്കിൻ്റെ അക്കൗണ്ട് എങ്ങനെ സ്റ്റുഡൻസിന് ഓപ്പൺ ചെയ്യാം. സ്റ്റുഡൻസിന് മാത്രമല്ല കേട്ടോ, സ്റ്റുഡൻസിൻ്റെ ഫാമിലിക്കും ഓപ്പൺ ചെയ്യാം. അതായത് പാർട്ട്ണറും കൂടി ആണ് വരുന്നെങ്കിൽ അവർക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇനി സ്റ്റുഡൻ്റ് അല്ലാതെ ബാക്കിയുള്ള ആരെങ്കിലും ആണ് വരുന്നതെങ്കിൽ, നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നവരാരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ, ഈ ലിങ്ക് വഴിയാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ എവരിഡേ അക്കൗണ്ട് സ്മാർട്ട് ആക്സസ് കൊടുക്കുക. സ്റ്റുഡൻസ് എല്ലാവരും തന്നെ എവരിഡേ അക്കൗണ്ട് സ്മാർട്ട് ആക്സസ് ഫോർ സ്റ്റുഡൻസ് എന്നുള്ള ലിങ്ക് കൊടുക്കുക കേട്ടോ. ആൻഡ് ഓപ്പൺ അക്കൗണ്ട് അതൊക്കെ വായിച്ച് നോക്കിയാൽ കേട്ടോ, കണ്ട എന്തൊക്കെയാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ. സോ ദെൻ വാട്ട് ആർ ദ സ്റ്റെപ്സ്? ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്നു, അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ബ്രാഞ്ചിലേക്ക് നമ്മുടെ ഡോക്യുമെൻസുമായിട്ട് പോകുന്നു. ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്? പാസ്പോർട്ട്, സ്റ്റുഡൻറ്റ് ID ആൻഡ് നമ്മുടെ ടാക്സ് റെസിഡൻ്റ് ആണോ എന്നുള്ള ഡീറ്റെയിൽസും. ദെൻ ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇറ്റ് വിൽ ടേക്ക് us ടു നെക്സ്റ്റ് പേജ്. യെസ്, നമ്മൾ പേജ് ലോഡായി ആൻഡ് ക്ലിക്ക് ഓക്കെ. ആൻഡ് ദെൻ ഡേറ്റ് ഓഫ് അറൈവൽ ഇൻ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ടാബ് ആ ഒരു പോർഷൻ എനേബിൾ ആയിട്ട് വരും. അവിടെ നമ്മൾ ഡേറ്റ് ഓഫ് അറൈവൽ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്നാണ് ഓസ്ട്രേലിയയിലേക്ക് കയറി വരുന്നത് ആ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ട് അവിടെ ഡേറ്റ് ഓഫ് അറൈവൽ മെൻഷൻ ചെയ്യുക. ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് 14 ഡേയ്സിനകത്ത് ആയിരിക്കണം നമ്മൾ ഈ ലിങ്ക് ബുക്ക് ചെയ്യേണ്ടത്. സോ ദെൻ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. അല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ 14 ഡേയ്സ് വിൻഡോയ്ക്ക് അകത്ത് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾ ബ്രാഞ്ച് ചെല്ലുമ്പോൾ ദേ ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ യുവർ പ്രൊഫൈൽ. ഓക്കെ. അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പം മിസ്റ്റർ ഓർ മിസ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം പാസ്പോർട്ടിൽ കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കുക കേട്ടോ. പാസ്പോർട്ടിൽ നമുക്ക് മിക്കവാറും മിഡിൽ നെയിം കാണത്തില്ല. ഫസ്റ്റ് നെയിം ഒരു ഗിവൺ നെയിമും ഒരു ലാസ്റ്റ് നെയിമും ആണുള്ളത് അല്ലേ, അല്ലെങ്കിൽ സർനെയിം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഗിവൺ നെയിമിൽ ഫസ്റ്റ് നെയിമും കൊടുക്കുക, ലാസ്റ്റ് നെയിമിൽ നിങ്ങളുടെ ഇതും കൊടുക്കുക. ഇത് സർനെയിമായിട്ട് വരുന്നത് പാസ്പോർട്ടിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കൊടുക്കുക. പിന്നെ വാട്ട് ആർ യുവർ കോൺടാക്ട് ഡീറ്റെയിൽസ്? പ്രിഫേർഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ആൻഡ് ഫോൺ നമ്പർ ഇന്ത്യയിൽ കൊടുത്താൽ മതി. നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ. ഇനി ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ യു ക്യാൻ ഗീവ് യുവർ ഓസ്ട്രേലിയൻ നമ്പർ ആസ് വെൽ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത്? പാസ്പോർട്ടിലുള്ള പോലെ തന്നെ ഫിൽ ചെയ്യണേ ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് ദെൻ ക്ലിക്ക് ഓക്കെ. വാട്ട് ഈസ് യുവർ കറൻറ്റ് അഡ്രസ്സ്? നാട്ടിലുള്ള അഡ്രസ്സ് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ PO എന്നുള്ള ഒരു വാക്ക് ഇതിനകത്ത് വരാതിരിക്കാൻ ശ്രമിക്കണം. PO ബോക്സ് വേണ്ട, അപ്പോൾ അവർ വാലിഡേഷൻ ചെയ്തിട്ടേക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഹോല വേൾഡിൻ്റെ അഡ്രസ്സാണ് കറണ്ട് അഡ്രസ്സായിട്ട് വെക്കുന്നെങ്കിൽ ഇവിടെ ഹോല വേൾഡ്, തെങ്ങണ ജംഗ്ഷൻ, ചങ്ങനാശ്ശേരി, പെരുമ്പനച്ചി PO എന്നെഴുതരുത്. PO എന്നെഴുതി കഴിഞ്ഞാൽ അത് ഇവരെ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ജസ്റ്റ് PO അവോയ്ഡ് ചെയ്ത് ബാക്കിയുള്ള അഡ്രസ്സൊക്കെ എഴുതിയിടുക. വെരി ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, ജസ്റ്റ് അതൊന്ന് ഫിൽ ചെയ്തിടുക. ദാറ്റ്സ് ജസ്റ്റ് പാർട്ട് ഓഫ് ദ പ്രോസസ്. ആൻഡ് ദെൻ ക്ലിക്ക് കൺട്രി, സെലക്ട് യുവർ കൺട്രി ഇന്ത്യ ആൻഡ് ക്ലിക്ക് ഓക്കെ. ഇപ്പോൾ ഗൾഫിൽ നിന്നാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഗൾഫിലെ അഡ്രസ്സ് കൊടുത്താലും മതി, കുഴപ്പമില്ല. ആൻഡ് ദെൻ ക്ലിക്ക് ഓക്കെ. ചൂസ് എ ബ്രാഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റേറ്റിലേക്കാണോ നിങ്ങൾ പഠിക്കാൻ പോകണേ ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്തിരിക്കുക. ഇപ്പം NSW ആണോ വെസ്റ്റേൺ ഓസ്ട്രേലിയ ആണോ അത് നോക്കിയെടുക്കുക. ആൻഡ് നിങ്ങളുടെ അടുത്ത് വരുന്ന ഏകദേശം ഏതെങ്കിലും ബ്രാഞ്ച് ഉണ്ടോ എന്ന് നോക്കുക. നീ ഏതെങ്കിലും ബ്രാഞ്ച് ഫില്ല് ചെയ്താലും സാരമില്ല, നിങ്ങൾക്ക് തൊട്ടടുത്ത ബ്രാഞ്ചിൽ തന്നെ പോകാം കേട്ടോ. വി ഹാവ് ട്രൈഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാഞ്ച് ഇട്ടോ. പിന്നെ നിങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ക്യാമ്പസിന് അടുത്ത് തന്നെയുള്ള ഒരു ബ്രാഞ്ച് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ വെൽ ഗുഡ്. അപ്പം അവർക്കായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ റെസ്പോൺസിബിലിറ്റി പോകുന്നത്. അത് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ BSB ജനറേറ്റ് ചെയ്യുന്നത്. ബട്ട് ദാറ്റ് ഡസൻ റിയലി മാറ്റർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോളൂ. ബട്ട് ട്രൈ ടു അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ബ്രാഞ്ച് ഇതിനകത്ത് കാണിക്കുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട, ഉള്ളത് കൊടുക്കുക. ആൻഡ് നിങ്ങളെപ്പോഴും നിങ്ങളുടെ തൊട്ടടുത്ത ബ്രാഞ്ചിൽ തന്നെ പോയാൽ മതി. ക്ലിക്ക് ഓക്കെ ടു പ്രോഗ്രസ് ആൻഡ് ക്രിയേറ്റ് നെറ്റ് ബാങ്കിങ് പാസ്വേഡ്. അപ്പോൾ ഒരു പാസ്വേഡ് കൊടുക്കുക, കൺഫേം പാസ്വേഡ് കൊടുക്കുക. ക്ലിക്കിംഗ് ഓക്കെ വിൽ എനേബിൾ യു ടു മൂവ് ഫോർവേഡ്. പിന്നെ തിങ്സ് യു ഷുഡ് നോ അതൊന്ന് വായിച്ച് നോക്കിയേക്കുക. പിന്നെ ഓപ്പൺ എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദാറ്റ് വിൽ ലീഡ് യു ടു ദ നെക്സ്റ്റ് പേജ്. അപ്പോൾ ഇത് ചില സമയം എടുക്കും. അവരെല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പ്രൊഫൈലെല്ലാം ഡേറ്റാബേസിലേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ടേക്സ് എ ബിറ്റ് ഓഫ് ടൈം. ഏകദേശം 1 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത പേജ് വരും. താങ്ക്സ് ഫോർ ചൂസിങ് കോംബാങ്ക് എന്നൊക്കെ പറഞ്ഞ് പ്ലീസ് റീഡ് ആൻഡ് പ്രിൻറ്റ് യുവർ വെൽക്കം ലെറ്റർ. അത് പ്രിൻറ്റ് ചെയ്യണം കേട്ടോ. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആൻഡ് പ്രിൻറ്റ് ഇറ്റ്. ആൻഡ് ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്, വെൻ യു അറൈവ് ഇൻ ഓസ്ട്രേലിയ ഗോ ടു ദ നിയറസ്റ്റ് ബ്രാഞ്ച്. ചോസൺ ബ്രാഞ്ച് എന്നാണ് ഇവർ പറയുന്നത്, പക്ഷേ ആ ബ്രാഞ്ചിൽ തന്നെ പോകണം നിർബന്ധമില്ല കേട്ടോ. ഇറ്റ് വിൽ വർക്ക്.
അപ്പോൾ അവിടെ പോവുക, പാസ്പോർട്ട്, ടാക്സ് റെസിഡൻസി ഡീറ്റെയിൽസ്, യുവർ വെൽക്കം ലെറ്റർ, സ്റ്റുഡൻറ്റ് ID. അപ്പോൾ ടാക്സ് റെസിഡൻസി എന്ന് പറഞ്ഞാൽ റെസിഡൻസി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആർ യു എൻ ഓസ്ട്രേലിയൻ റെസിഡൻറ്റ് ഫോർ ടാക്സ് പർപ്പസസ്? യെസ് എന്നാണ് സ്റ്റുഡൻസ് കൊടുക്കേണ്ടത് കേട്ടോ. അത് ബാങ്കിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നതാണ്, ഡോണ്ട് വറി. ഇത്രേ ഉള്ളൂ പ്രോസസ്സ്. ആൻഡ് നിങ്ങൾക്ക് നെറ്റ് ബാങ്ക് ക്ലയൻറ്റ് നമ്പർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂസർ നെയിമായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ദാറ്റ് നമ്പർ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓൾസോ BSB ആൻഡ് അക്കൗണ്ട് നമ്പർ നമുക്ക് സ്ക്രീനിൽ കാണാം. BSB എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാഞ്ചിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ID ആണ്. നമ്മൾ ഏത് ബ്രാഞ്ചാണോ സെലക്ട് ചെയ്തത് അതിന് അനുസരിച്ചാണ്. അപ്പം നാട്ടിൽ നമുക്ക് ഓരോ ബ്രാഞ്ചിന് ഓരോ ID ഇല്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആ ബ്രാഞ്ചിനെയാണ് സൂചിപ്പിക്കുന്ന BSB നമ്പറും അക്കൗണ്ട് നമ്പറും മറ്റേതും. അപ്പം BSB അക്കൗണ്ട് നമ്പർ ആൻഡ് നെറ്റ് ബാങ്കിങ് യൂസർ ക്ലയൻറ്റ് നമ്പർ എന്ന് പറയും. ഇത് മൂന്നും നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് മൂന്നും എവിടെയെങ്കിലും സേഫായിട്ട് കോപ്പി ചെയ്ത് വെക്കുക. സോ ദാറ്റ്സ് ഓൾ. ആൻഡ് പ്രിൻറ്റ് ദി വെൽക്കം ലെറ്റർ. ദാറ്റ്സ് ഓൾ. വെരി സിമ്പിൾ പ്രോസസ് അല്ലേ? അപ്പോൾ എല്ലാവരും ഇതിനെ യൂസ് ചെയ്യുക. നമ്മൾ കൊടുത്തേക്കുന്ന ലിങ്ക് വഴി തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് സ്റ്റുഡൻസിനുള്ള ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. ഓൾസോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഓൾ. വീണ്ടും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ദിസ് ഇസ് ജസ്റ്റ് വിൻ സൈനിങ് ഔട്ട്. ബൈ.